ഹായ്, ഇന്ന് ഞാൻ പറയുന്ന വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ കയ്യിൽ പലർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള പല വിഷമങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഒരു നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജി യഥാർത്ഥത്തിൽ പുറമേ നിന്ന് വരുന്നതാണോ എന്ന് ചോദിച്ചാൽ 10% പക്ഷേ 90% നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ഇതാണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മുടെ കമ്പനിയിൽ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും ആരാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അയലോകത്ത് ആരെങ്കിലും ഏതെങ്കിലും നല്ല പൊസിഷനിലേക്ക് എത്തി, നല്ല വീട് മേടിച്ചു, അല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോയി, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തോ നന്മ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പറയും, ഓ അവർക്ക് രക്ഷപ്പെടാൻ എന്താ ഇത്, ഓ അവർ ഭാഗ്യവാന്മാർ, അവരൊക്കെ എന്തോ ഇത്, ഞാൻ മാത്രം ഇങ്ങനെ, എനിക്ക് ഒരിക്കലും എൻ്റെ ഭാഗ്യത്തിൽ മാത്രം നല്ലത് എഴുതിയിട്ടില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയും. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശപിക്കുകയും വിധിക്കുകയും ചെയ്യാണ്. ഒന്ന്. രണ്ടാമത്, ആ വളർന്ന വ്യക്തിനെ കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ എൻ്റെയിലത്തെ നെഗറ്റീവ് എനർജി ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഒന്ന് മനസ്സിലാക്കുക, മറ്റുള്ളവർ പുതിയ എന്തെങ്കിലും നല്ലത് പൊസിഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാരണങ്ങളും കുറവുകളും കണ്ടെത്തി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കണം, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷന് റോഡുകളുടെ കുറവ്, മന്ത്രികളുടെ കുറവ്, ഇവരെ കുറവ്, സിനിമക്കാരുടെ കുറവ്, അത് കൂട്ടുകാരൻ്റെ കുറവ്, കമ്പനിയുള്ള ആൾക്കാരുടെ കുറവ്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ. ഇന്ന് മുതൽ നമുക്കിത് നിർത്താം, ഈ വർഷം നമുക്ക് രക്ഷപ്പെടണ്ടേ, ഈ വർഷം നമ്മൾ തീരുമാനിക്കുക. പതുക്കെ മാറാൻ പറ്റും, ഉറപ്പായിട്ടും ഒറ്റയടിക്ക് പറ്റണമെന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നല്ലത് പറയണം. എന്താ വെച്ചാൽ അവിടെ ഒരു കാര്യം ചിന്തിക്കുക, നല്ലത് പറയുമ്പോൾ എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ കുറ്റം പറഞ്ഞു, നീ ശരിയല്ല, അല്ലെങ്കിൽ നിൻ്റെ ക്ലാസ് ശരിയല്ല, നിൻ്റെ ഇത് ശരിയല്ല, നിൻ്റെ ഡ്രസ്സ് ശരിയല്ല, നമുക്ക് വലിയ വിഷമമാവും. ഒന്ന് മാത്രമേ ചിന്തിക്കുക, നമ്മുടെ ആഗ്രഹം നമ്മുടേതാണ്. അവർ പറഞ്ഞുകൊണ്ടൊന്നും നമ്മൾ കുറവ് വിചാരിക്കണം എന്നില്ല. ഏത് നേരം അവരെന്നെ കുറ്റം പറഞ്ഞല്ലോ, അവരിത് ചെയ്തല്ലോ, അവരത് ചെയ്തല്ലോ എന്ന് ഒരിക്കലും തെറ്റിയിട്ട് പോലും ഡിസ്കസ് ചെയ്യരുത്. എന്താണ് മനസ്സിൽ പറയേണ്ടത്? ദൈവമേ അവർക്ക് നല്ലത് വരട്ടെ, അവർക്ക് ഈ അനുഗ്രഹം കിട്ടട്ടെ, എനിക്ക് കിട്ടിയ പോലെ എന്നെക്കാളും 10 ഇരട്ടി വലുതാവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നിങ്ങൾ പറയാൻ തുടങ്ങുക. നോക്ക്, നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് പിന്നീട് വിഷമങ്ങൾ വരില്ല എന്നാലും, എന്നാൽ അവർക്ക് നല്ലത് വരും എന്ന് മാത്രമല്ല, പക്ഷെ നിങ്ങളുടെ വിചാരിച്ച അതിലും കൂടുതൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലേക്ക് നിങ്ങൾ വരും. അപ്പോൾ ഇതാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ഒന്ന് മനസ്സിലാക്കുക, കുറവ് എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. സ്കൂൾ വെച്ചിട്ട്, പേരൻസിനെ വെച്ചിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട്, സമുദായത്തിലത്തെ ബുദ്ധിമുട്ട്, പലതും. പക്ഷെ അപ്പോഴും എല്ലാവരും നല്ലതാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സമയത്ത് ആരെങ്കിലും നമ്മളെ ദ്രോഹിക്കാറുണ്ട്. നമ്മൾ എത്ര പേര് പറഞ്ഞാൽ പോരാ, അവരെന്താണ് പറയുക, അയ്യോ അത് സാരില്ല, എന്താ ചെയ്യുക, അത് അവർക്ക് സാരില്ല, അത് എന്തെങ്കിലും പറഞ്ഞിട്ട്. ഇപ്പം നമുക്ക് ലോട്ടറി അടിച്ചു, 1 കോടീൻ്റെ അടിച്ചു, നമ്മുടെ വീട്ടിൽ വന്നു, നമ്മളെ മോശമായ വാക്കുകളും കാര്യങ്ങളും അവർ പറയണം, നമുക്ക് അരിശം വരില്ല. എന്താ കാര്യം വെച്ചാൽ, ഇന്നത്തെ ദിവസം മിണ്ടാണെങ്കിൽ ഇന്ന് അടിപൊളിയായിട്ട് ലോട്ടറി ഒക്കെ അടിച്ചതല്ലേ. ഇതാണ് സത്യം. നമ്മുടെ കയ്യിൽ എല്ലാവരെയും ആ പോസിറ്റീവ്നെസ് ഉണ്ട്. അതിനിപ്പോൾ ലോട്ടറി അടിക്കാൻ നമ്മൾ കാത്തിരിക്കണം എന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, എല്ലാവരും അനുഗ്രഹിക്കുക. ബസ്സിൽ കാണുന്നവരാണെങ്കിൽ, ട്രെയിനിൽ കാണുന്നവർ, റോട്ടിൽ പോണവർ, പലപ്പോഴും പല കച്ചവടക്കാർ വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും കാര്യങ്ങൾ, ദൈവം അവർക്ക് കച്ചവടം കിട്ടട്ടെ. അവരെ ഇനി നമ്മുടെ വല്ലാണ്ട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവും, നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വല്ലാണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ തന്നെ. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് വേദനയാവും, ഞാൻ ഇല്ല എന്ന് പറയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് രാത്രി കിടക്കുന്ന സമയത്ത്, പുലർച്ചയ്ക്കൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാവം ദൈവമേ, പാവം ആത്മാവാണ്, എന്താ ചെയ്യുക, അവർക്ക് നന്മ വരട്ടെ, അത് വേദന പറഞ്ഞതാണ്. ചിന്തിക്കുക, എല്ലാവരും വേദന വിഷമം കാരണം ഉണ്ടാവും. ഒരാളും അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാറില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ 100% അനുഗ്രഹം അവർക്ക് കിട്ടുകയും ചെയ്യും, നമുക്കും കിട്ടും. നമ്മുടെ ലൈഫ് വളരെ സെക്യൂറായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുതുവർഷം നമുക്ക് പോസിറ്റീവായിട്ട് നല്ലൊരു കൂട്ടായ്മ, എല്ലാവരും പോസിറ്റീവാക്കാൻ നോക്കുക. തെറ്റിയിട്ട് വായെന്ന് വന്നു കഴിഞ്ഞാൽ വിഷയമില്ല, അത് മറന്നു കളാം. ആരെങ്കിലും പറയുകയാണെങ്കിൽ ആവുന്നതും അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി, വിഷയം മാറ്റി വിട്ടാൽ മതി. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ, രക്ഷപ്പെടാം നമുക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം. എൻ്റെ മനസ്സിൽ അത്രയ്ക്കുള്ള, എന്നെ പരീക്ഷിക്കുന്നവർ, കളിയാക്കുന്നവരും ഉണ്ട്, ഒരു പക്ഷേ എൻ്റെ വില കാണാത്തവരും ഉണ്ട്, അങ്ങനെ പലരും ഉണ്ട്. വിഷയമില്ല, എനിക്ക് വിഷയമില്ല. ആ സമയത്ത് എനിക്ക് മരിശം വരും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ആഗ്രഹിക്കും, ദൈവമേ പാവാണ്, എന്താ ചെയ്യുക, ജീവിച്ചോട്ടെ, രക്ഷപ്പെടട്ടെ, അവനും ഒരു കുടുംബമുണ്ട്, അവൾക്കും ഒരു കുടുംബമുണ്ട്, അവർക്ക് നല്ലത് വരട്ടെ ദൈവമേ. ഇത്രയ്ക്ക് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ വർഷം നമുക്ക്
എല്ലാവർക്കും സൂപ്പറാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാരണം എന്നെ കേൾക്കുന്നതിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി നിങ്ങളോട് പറയുന്നു. താങ്ക് യു വെരി മച്ച്.